നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, എല്ലാവരുടെ മുഖത്തെ മ്ലാനത കണ്ട എന്ത് രസല്ലേ. സ്കൂട്ടർ നിന്ന് കത്തിയപ്പോ ലുങ്കി ഡാൻസ് കളിക്കാനും തോന്നി. ഇതൊക്കെ കാണുമ്പോഴേ ശരീരത്തിനും മനസ്സിനും ഒക്കെ കുളിര് കോരുന്നത്. അച്ഛാ, കൂടുതൽ ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട, സമാധാനായിട്ടിരിക്കേ. അമ്മാവ ഇവിടെ ഇരിക്കേ. ഗോവിന്ദമാവ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബാലൊന്ന് സമാധാനമായിട്ടിരിക്കേ. എന്താ വേണ്ടത് നമുക്ക് ആലോചിക്കാം. എന്താ ആലോചിക്കാന്നാ ഗോവിന്ദൻ പറയുന്നത്? ചാരുമോൾ ജീവനേക്കാളേറെ സ്നേഹിച്ച വണ്ടിയാ. അത് കൺമുമ്പിൽ കത്തിയേരിയെന്ന് കണ്ടിട്ട് സമാധാനമായിട്ടിരിക്കാനാണോ? ചാരുമോൾ നെഞ്ചത്തടിച്ച് കരയുന്നത് നീയും കണ്ടതല്ലേ ഗോവിന്ദ? ഇത് ചെയ്തവനൊരു സൈക്കോ ആയിരിക്കും, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. വിടില്ല ഞാൻ, അതാരായാലും. ഇതുപോലെ നിർത്തി കത്തിക്കും ഞാൻ. ആർക്കും വേണ്ടാത്തൊരു തുരുമ്പ് കഷ്ണം കത്തിയതിനാണോ ഇങ്ങനെ ഒരു ലഹള നടത്തുന്നത്? അപ്പച്ചി തുടങ്ങി. തീ ഇപ്പൊ കെടുത്തിയതേ ഉള്ളൂ, അതിലൊഴിക്കാൻ വീണ്ടും പെട്രോളുമായിട്ട് വന്നിരിക്കുക. നിനക്കത് തുരുമ്പ് കഷ്ണായിരിക്കും, പക്ഷെ ചാരുമോളുടെ ജീവനായിരുന്നു ആ വണ്ടി. ഏമേ, ഞാൻ വെറുതെ കൊലവിളി നടത്തിയതൊന്നല്ല. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും അവന്റെ അവസാനം എന്റെ ഈ കൈകൊണ്ടായിരിക്കും. ചാരുമോൾക്ക് വേണ്ടിയാവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. ചെയ്തോ? ജയിലിൽ പോവാൻ യോഗം ഉണ്ടെങ്കിൽ പോയല്ലേ പറ്റൂ. അവിടെ ഇപ്പൊ നല്ല ശമ്പളമാന്നാ കേക്കുന്നെ. ഇതിപ്പോ മാഷിന്റെ പെങ്ങടെ മോടെ വണ്ടിയൊന്നും അല്ലല്ലോ, അവളത് വിറ്റതല്ലേ. അത് വാങ്ങിയവര് കത്തിക്കോ കായലിത്താത്തോ എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. മാഷിപ്പോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതേ ബുദ്ധിശൂന്യതയാ. ഇപ്പൊ തന്നെയുള്ള പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല, അതിനിടയിലാ ഇതും. ആ, ഞാൻ എന്ത് പറഞ്ഞാലും മാഷ് കേക്കോ മനസ്സിലാക്കുവൊന്നും ഇല്ലല്ലോ. അശ്വതി, അനു, നിങ്ങളൊക്കെ പറയുന്നതാ മാഷിന് വേദവാക്യം. അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അമ്മേ, ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും അമ്മയ്ക്കൊന്ന് ചൊറിയാതിരുന്നോളൂ. ഇവളുടെ ഈ ചൊറിച്ചിലൊന്നും മാറില്ല അശ്വതി. ഞാൻ പറഞ്ഞത് കൊള്ളേണ്ടവർക്ക് കൊണ്ടു, അതാ. ആഹാ, ഇനി ഇതും കൂടി എന്റെ അവന്റെ തലയില്. വണ്ടി കത്തിയപ്പോഴേ ഞാനും ഓന് ഈ പെരക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാ വായടച്ച് മിണ്ടാതിരുന്നോണം. വണ്ടി വാങ്ങിയവർ കത്തിക്കുകയോ കായൽ താഴ്ത്ത് എന്തു വേണേലും ചെയ്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ചെയ്തതേ എന്റെ വീട്ടുമുറ്റത്താ. അപ്പൊ വണ്ടി ചുമ്മാ കത്തിച്ച് കളയായിരുന്നില്ല അവരുടെ ഉദ്ദേശം. ചാരുമോളുടെ മുന്നിലിട്ട് കത്തിക്കണം, അവളുടെ കണ്ണീര് കാണണം, അതാ. ആരാണെന്ന് അറിയട്ടെ. ഇതുപോലെ നിന്ന് കത്തും ഈ വീട്ടുമുറ്റത്ത്. കത്തിക്കും ഞാൻ. അമ്മേ, മാഷെന്തു നമ്മളെ കൊള്ളിച്ചാണല്ലോ പറഞ്ഞിട്ട് പോയത്. നമ്മളാ കത്തിച്ചെന്ന് മനസ്സിലായി കാണോ? അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. മാഷ് അതൊന്നും കണ്ടെത്താൻ പോകുന്നില്ല. ബീപ്പ് കൂടിയപ്പോ പുറത്തേക്ക് വന്ന ഡയലോഗ് അത് ആണല്ലേ. വണ്ടി കത്തിയപ്പോ കണ്ടോ എന്റെ രോമാഞ്ചം. ആന്റി, നമ്മുടെ ഫയർ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?